ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണേ. അതും എളുപ്പത്തിൽ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എല്ലും ഇറച്ചിയും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ, അല്ലാതെ എൻ്റെ ഇറച്ചി പീസ് മാത്രമല്ലേ. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഞാനിവിടെ 2 ഏലക്ക, ഒരു 3-4 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകം, പിന്നെ മുഴുവനോടെയുള്ള കുരുമുളക്, ഇത്രയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ കുരുമുളക് കുറച്ചെടുത്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കുരുമുളക് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ മുഴുവനായിട്ട് മല്ലിയില്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കൂടുതൽ ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇങ്ങെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാവേ. ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു 2 സബോള ചോപ്പറിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിയുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റുകയാണ് ചെയ്യുന്നത്. ഇത് സബോളയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കാവണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുന്നുണ്ട്. ഇപ്പം നമ്മുടെ സബോളയെല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുവാണ്. ഈ തക്കാളിയും കൂടി നല്ലതുപോലെ ഒന്ന് വേകണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ച് മസാലയുടെ ആ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് മുഴുവനും ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം നല്ലപോലെ ഗ്രേവി പോലെയാണ് ഇരിക്കുന്നത്. ഇത് തിളച്ച് വറ്റണം കേട്ടോ. ഇത് ഇളക്കിയിട്ട് കൊടുത്ത് ആ ഗ്രേവി വറ്റി നമ്മുടെ ഈ ചിക്കനിലേക്ക് ആ കുരുമുളകും ഇതൊക്കെ പിടിക്കണം. അതുവരെ നമ്മളിത് വേവിച്ച് വറ്റിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വറ്റി നമ്മുടെ മസാലയൊക്കെ ഈ ചിക്കൻ്റെ പീസിലേക്കൊക്കെ പിടിക്കുള്ളേ. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വറ്റി ഗ്രേവിയൊക്കെ തിക്കായി വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് തീ അങ്ങ് ഓഫ് ചെയ്തേ. അപ്പോൾ ഇവിടെ നമ്മുടെ
അടിപൊളി പെപ്പർ ചിക്കൻ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ്. നല്ല പൊറോട്ടയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെയോ ഒന്നും വേണ്ട, നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.